ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ചാപ്റ്ററിലെ അടുത്ത ഭാഗമാണ് ജ്യാമിതീയ സാധ്യത. ജ്യാമിതീയ സാധ്യത അതായത് ജിയോമെട്രിക്കൽ പ്രോബബിലിറ്റി. നോക്കാമല്ലോ. ഇവിടെ നോക്കുക, ഒരു വൃത്തത്തെ എന്ത് ചെയ്തിരിക്കുന്നു? 1, 2, 3, 4, 5, 6, 7, 8 ഭാഗങ്ങളാക്കിയിരിക്കുന്നു. ഈ വൃത്തത്തെ 8 ഭാഗങ്ങളാക്കിയിരിക്കുന്നു. ഈ 8 ഭാഗങ്ങളിൽ ഓരോ ഭാഗത്തും ഓരോ നിറം കൊടുത്തിരിക്കുന്നു വിചാരിക്കുക. ഓരോ നിറം കൊടുത്തിരിക്കുന്നുവെന്ന് വിചാരിക്കുക. അപ്പൊ ഇതിലെ ഈ ഭാഗത്ത് വൈ എന്ന് വെച്ചാൽ യെല്ലോ കളർ, റെഡ്, വയലറ്റ്, പിങ്ക് ഒക്കെ ആണല്ലോ. യെല്ലോ, റെഡ്, പിങ്ക്, വയലറ്റ് ഒക്കെ ആണല്ലോ. അങ്ങനെ എന്ത് ചെയ്തിരിക്കുന്നു? 4 നിറങ്ങൾ കൊടുത്തിരിക്കുന്നു. 4 നിറങ്ങൾ കൊടുത്തിരിക്കുന്നു എന്ന് കരുതുക. ഈ ചിത്രത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നോക്കാതെ ഇതിലൊരു കുത്തിട്ടാൽ, ഇതിലൊരു ഒരു പോയിന്റ് മാർക്ക് ചെയ്താൽ അത് യെല്ലോ കളറിൽ ആകാനുള്ള, ആ പോയിന്റ് യെല്ലോ കളർ കൊടുത്തിരിക്കുന്ന ഭാഗത്ത് വരുന്നതിനുള്ള സാധ്യത എത്രയാണ്? യെല്ലോ കളർ കൊടുത്തിരിക്കുന്ന ഭാഗത്ത് വരാനുള്ള സാധ്യത എത്രയാണ്? ദെൻ എന്ത് ചെയ്യുക? മൊത്തം എത്ര ഭാഗങ്ങളാണ്? 8 ഭാഗങ്ങളാണ് അല്ലെ? ആകെ 8 ഭാഗങ്ങളാണ്. അതിൽ യെല്ലോ കളർ അടയാളപ്പെടുത്തിയിരിക്കുന്നത് 1, 2, 3 3 ഭാഗത്താണ് യെല്ലോ കളർ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. യെല്ലോ കളർ അടയാളപ്പെടുത്തിയിരിക്കുന്നത് 3 ഭാഗത്താണ്. അപ്പൊ എന്താണ്? പ്രോബിലിറ്റി ഓഫ് യെല്ലോ കളർ, അതായത് മഞ്ഞ നിറത്തിൽ വരാനുള്ള സാധ്യത സമം എത്രയായിരിക്കും? ആകെ സാധ്യതയിൽ 3 ഭാഗത്ത് യെല്ലോ ആയതുകൊണ്ട് 3/8 എന്ന് കൊടുക്കാം. എന്തെന്ന് കൊടുക്കാം? 3/8 എന്ന് കൊടുക്കാം. ദെൻ ആകെയുള്ളതിൽ പിങ്ക് ഭാഗത്ത് വരാൻ 1, 2 2 ഭാഗത്താണ് പിങ്ക് ഉള്ളത് അല്ലെ? സോ 2/8 ആയിരിക്കും. പിങ്ക് ഭാഗത്ത് വരാൻ 2/8 ആയിരിക്കും. അപ്പോൾ യെല്ലോ ഭാഗത്ത് 3/8, പിങ്ക് ഭാഗത്ത് 2/8. ശരിയല്ലേ? ഇപ്പൊ 2/8 ഏതാണ്? 1/4 ആണ്. 1/4 ആണ്. 2/8 എന്ന് വെച്ചാല് 1/4 ആണ്. ദെൻ റെഡ് കളറിൽ വരാനാണെങ്കിലോ? റെഡ് കളറിൽ വരാനാണെങ്കിൽ എത്രയായിരിക്കും? 1/8 ആയിരിക്കും. ശരിയല്ലേ? ആകെ 8 ഭാഗത്തിൽ ഒരു ഭാഗത്ത് മാത്രമേ റെഡ് ഉള്ളൂ. സോ ചുവന്ന ഭാഗത്ത് വരാനുള്ള സാധ്യത എത്രയാണ്? 1/8 ആണ്. അതുപോലെ വയലറ്റ് ഭാഗത്ത് വരാൻ എത്രയായിരിക്കും? 2/8, 1/4 ആയിരിക്കും. വേറാണല്ലോ പറഞ്ഞത്. ദെൻ ഈ ഒരു ചിത്രം നോക്കുക. ഇവിടെ ഈ ചതുരത്തിനകത്ത് എന്ത് ചെയ്തിരിക്കുന്നു? ഒരു ത്രികോണം വരച്ചിരിക്കുന്നു. ഈ ത്രികോണത്തിന്റെ പ്രത്യേകത എന്താണ്? ഈ ചതുരത്തിന്റെ ഒരു വശം എന്താണ്? ബേസ് ആണ്. ഈ ത്രികോണത്തിന്റെ ബേസ് ആണ്. അതുപോലെ ത്രികോണത്തിന്റെ 3ാമത്തെ വെർട്ടെക്സ് എന്താണ്? ബേസിന് പാരലൽ ആയിട്ടുള്ള വരയിലാണ്. അതായത് ബേസിന് പാരലൽ ആയിട്ടുള്ള വരയിലാണ് എന്ന് പറഞ്ഞാല് ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പോയിന്റ് കൊടുത്താൽ അത് ഈ ട്രയാങ്കിളിൽ വരുന്നതിനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോൾ അല്ലെങ്കിൽ ഉത്തരം എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ചതുരത്തിനകത്തുള്ള ത്രികോണത്തിലാണ്. അതായത് നമ്മൾ ആ പോയിന്റ് മാർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ കുത്തിടുന്നത് എവിടെയാണ്? ഈ ചതുരത്തിനകത്തെ അല്ലെങ്കിൽ ഈ ചതുരത്തിന്റെ പരപ്പളവിലാണ്. എവിടെയാണ്? ചതുരത്തിന്റെ പരപ്പളവിലാണ്. അപ്പൊ ഈ ചതുരത്തിന്റെ പരപ്പളവിനുള്ളിലാണ് എന്ത് നിൽക്കുന്നത്? ഈ ത്രികോണം നിൽക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ ത്രികോണത്തിലാകാനുള്ള സാധ്യത എന്തായിരിക്കും? ത്രികോണത്തിന്റെ പരപ്പളവ് ഭാഗം ചതുരത്തിന്റെ പരപ്പളവ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? ഏരിയ ഓഫ് റെക്ടാങ്കിൾ എന്നായിരിക്കും. ഏരിയ ഓഫ് റെക്ടാങ്കിൾ എന്നായിരിക്കും. ഇനി ഒരു റെക്ടാങ്കിളിന്റെ പരപ്പളവ് എത്രയാണ്? BH ആണ്. ശരിയല്ലേ? BH അല്ലെങ്കിൽ LB ആണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? BH എന്ന് കൊടുക്കാം. ബേസ് എന്നും ഇതിനെ ഹൈറ്റ് എന്നും വിളിച്ചാൽ എന്ത് ചെയ്യാം? BH എന്ന് കൊടുക്കാം. ദെൻ ഈ ട്രയാങ്കിളിന്റെ പരപ്പളവോ? ഈ ട്രയാങ്കിളിന്റെ പരപ്പളവ് ഹാഫ് BH ആണ്. എന്താണ്? ഹാഫ് BH ആണ്. എന്തിന്റെ പരപ്പളവ്? ട്രയാങ്കിളിന്റെ പരപ്പളവ്. അതായത് ഈ ട്രയാങ്കിൾ നിൽക്കുന്നത് ഈ BH-നുള്ളിലായതിനാൽ, അതായത് ചതുരത്തിന്റെ പരപ്പളവിനുള്ളിലായതിനാൽ നമ്മൾ പോയിന്റ് മാർക്ക് ചെയ്യുമ്പോൾ അത് എവിടെ വരും? ഈ ത്രികോണത്തിന്റെ പരപ്പളവിനുള്ളിൽ വരണമെങ്കിൽ, ത്രികോണത്തിന്റെ ഏരിയയ്ക്കുള്ളിൽ വരണമെങ്കിൽ അതിനുള്ള സാധ്യത എന്ന് പറയുന്നത് എന്തായിരിക്കും? ഏരിയ ഓഫ് ട്രയാങ്കിൾ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് റെക്ടാങ്കിൾ. ഓക്കെ ആണല്ലോ? ഇനി റെക്ടാങ്കിളിന്റെ ഏരിയ, ചതുരത്തിന്റെ ഏരിയ 1 എന്നെടുത്താൽ എന്തെന്നെടുക്കാം? ചതുരത്തിന്റെ ഏരിയ 1 എന്നെടുത്താൽ സാധ്യത എത്രയാണ്? 1/2 ഡിവൈഡഡ് ബൈ 1 ആയിരിക്കും. 1/2 ഡിവൈഡഡ് ബൈ 1 ആയിരിക്കും. 1/2 ഡിവൈഡഡ് ബൈ 1 എത്രയാണ്? 1/2 ആണ്. ശരിയല്ലേ? ഒരിക്കൽ കൂടെ പറയുന്നു,
ഈ ചതുരത്തിനുള്ളിലാണ് ത്രികോണം വരച്ചിരിക്കുന്നത്. ഈ ത്രികോണത്തിൽ അല്ലെങ്കിൽ നമ്മളൊരു ഇതിലേക്ക് നോക്കാതെ ഒരു എന്ത് ചെയ്താൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്താൽ ആ പോയിന്റ് ത്രികോണത്തിനുള്ളിൽ വരാനുള്ള എന്ത് ചാൻസ് അല്ലെങ്കിൽ സാധ്യത എന്ന് പറയുന്നത് എന്തായിരിക്കും? ത്രികോണത്തിന്റെ പരപ്പളവ് ബൈ ചതുരത്തിന്റെ പരപ്പളവായിരിക്കും അല്ലെ. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് റെക്ടാങ്കിൾ എന്നായിരിക്കും. ഏരിയ ഓഫ് റെക്ടാങ്കിൾ എന്ന് പറയുന്നത് LB അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം BH എന്ന് പറയാം. ദെൻ ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്തായിരിക്കും? ഹാഫ് BH ആയിരിക്കും. ദാറ്റ് മീൻസ് ഹാഫ് BH ഡിവൈഡ് ബൈ BH. ഹാഫ് BH ഡിവൈഡ് ബൈ BH. അതായത് ഇനി കുറച്ചുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ ഈ BHന്റെ കോഎഫിഷ്യന്റ് എന്താണ്? BHനെ ഏത് നമ്പർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്? 1 കൊണ്ടാണ്. ഇവിടെയോ ഹാഫ് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. ശരിയല്ലേ? ശരിയാണല്ലോ. ദെൻ നമുക്ക് എന്ത് എഴുതാം? BHനെ ഒഴിവാക്കിയാൽ ഹാഫ് ഡിവൈഡ് ബൈ 1 എന്ന് എഴുതാം. ഹാഫ് ഡിവൈഡ് ബൈ 1 1/2 ബൈ 1 ഇസ് ഈക്വൽ എന്ന് കിട്ടും 1/2 എന്ന് കിട്ടും. എത്ര കിട്ടും? ഇവിടെ 1/2 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ പറഞ്ഞത്. നമുക്ക് എന്ത് ചെയ്യാം? ടെക്സ്റ്റ് ബുക്കിലെ ഇതുമായി ബന്ധപ്പെട്ട അതായത് ജിയോമെട്രിക്കൽ പ്രോബബിലിറ്റിയുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? അത് ആൻസർ ചെയ്യാം. ഓക്കെ ആണല്ലോ. അതിന്റെ 72, 73, 72 ആൻഡ് 73 പേജ് നമ്പർ 72, 73. ദെൻ 72ലെ ഒന്നാമത്തെ ചോദ്യം. 72ലെ ഒന്നാമത്തെ ചോദ്യം ചോദ്യം ഇങ്ങനെയാണ്. എ സ്ക്വയർ ഗോട്ട് ബൈ ജോയിനിങ് ദ മിഡ് പോയിന്റ്സ് ഓഫ് എ ബിഗർ സ്ക്വയർ. അതായത് എ സ്ക്വയർ ഗോട്ട് ബൈ ജോയിനിങ് ദ മിഡ് പോയിന്റ്സ് ഓഫ് എ ബിഗർ സ്ക്വയർ. അതായത് എന്ത് ചെയ്യുന്നു? ഒരു വലിയ ചതുരത്തിന്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് ഒരു പുതിയ ചതുരം ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ അങ്ങനെ യോജിപ്പിച്ച് കിട്ടുന്ന ആ ഒരു പുതിയ സ്ക്വയറിന്റെ അല്ലെങ്കിൽ ആ ഒരു സ്ക്വയറിന്റെ ഉള്ളിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്താൽ അല്ലെങ്കിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്താൽ അത് ഈ ചെറിയ സ്ക്വയറിന്റെ ഉള്ളിൽ വരുന്നതിനുള്ള ചാൻസ് എത്രയാണ്? സാധ്യത എത്രയാണ്? ഓക്കെ ആണല്ലോ. അപ്പോ ചിത്രം ഇങ്ങനെയാണ്. അപ്പൊ ഇതാണ് സ്ക്വയർ. ഇതിന്റെ മിഡ് പോയിന്റുകൾ യോജിപ്പിച്ചാൽ ഇതിന്റെ മിഡ് പോയിന്റുകൾ യോജിപ്പിച്ചാൽ കിട്ടുന്ന സ്ക്വയറിന്റെ ഇതിന്റെ മിഡ് പോയിന്റുകൾ യോജിപ്പിച്ചാൽ കിട്ടുന്ന സ്ക്വയറിന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യാൻ? പോയിന്റ് മാർക്ക് ചെയ്യാനുള്ള സാധ്യത എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതിന്റെ ആൻസർ ചെയ്യാമല്ലോ. നോക്കുക, ഇതിന്റെ ആൻസർ ചെയ്യുമ്പോ സ്ക്വയറിന്റെ ഏരിയക്ക് അകത്താണ് എന്ത് വരുന്നത്? ഈ ചെറിയ സ്ക്വയറിന്റെ ഏരിയ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ചെറിയ സ്ക്വയറിനകത്ത് പോയിന്റ് മാർക്ക് ചെയ്യാനുള്ള സാധ്യത എത്രയാണ്? എന്തായിരിക്കും? ചെറിയ സ്ക്വയറിന്റെ ഏരിയ, ചെറിയ സമചതുരത്തിന്റെ ഏരിയ, ചെറിയ സമചതുരത്തിന്റെ പരപ്പളവ് ഡിവൈഡഡ് ബൈ വലിയ സമചതുരത്തിന്റെ പരപ്പളവ്. വലിയ സമചതുരത്തിന്റെ പരപ്പളവ് എഴുതാമല്ലോ. ദെൻ വലിയ സമചതുരത്തിന്റെ പരപ്പളവ്. ഒരു സമചതുരത്തിന്റെ പരപ്പളവ് എന്താണ്? ഒരു വശം A ആയാൽ എത്രയായിരിക്കും? A സ്ക്വയർ ആയിരിക്കും. എത്രയായിരിക്കും? A സ്ക്വയർ ആയിരിക്കും. ശരിയാണല്ലോ. ഒരു വശം A ആണെങ്കിൽ A സ്ക്വയർ ആയിരിക്കും. അപ്പോൾ ചെറിയ ചതുരത്തിന്റെ പരപ്പളവ് കണ്ടെത്താൻ നമ്മൾ ആദ്യം എന്ത് കണ്ടെത്തണം? അതിന്റെ ഒരു വശത്തിന്റെ അളവ് കണ്ടെത്തണം. അതിന്റെ ഒരു വശത്തിന്റെ അളവ് കണ്ടെത്തണം. ഇത് മൊത്തം A ആണെങ്കിൽ, അതായത് ഇത് മൊത്തത്തിൽ എത്രയാണെങ്കിൽ A യൂണിറ്റ് ആണെങ്കിൽ ഇത് എത്രയായിരിക്കും ഇവിടെ? അതായത് ഇവിടെ മുതൽ ഇവിടം വരെയുള്ള അളവ് എത്രയായിരിക്കും? നമ്മൾ പറഞ്ഞു മിഡ് പോയിന്റുകളാണ് ജോയിൻ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും? A/2 ആയിരിക്കും. എത്രയായിരിക്കും? A/2 ആയിരിക്കും. അപ്പോൾ ഇത് A/2 ആയിരിക്കും. ശരിയാണല്ലോ. ഇത് A/2, ഇത് A/2. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, ഇത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ? ഇത്ര ഭാഗം മാത്രം നോക്കിയാൽ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും പെർപെൻഡിക്കുലർ സൈഡുകളും ഇത് ലാർജ് സൈഡ് അല്ലെങ്കിൽ ഹൈപ്പോടെന്യൂസും ആയിരിക്കും. ശരിയാണല്ലോ. ഇത് കർണവും ഇത് ലംബവശങ്ങളുമായിരിക്കും. അപ്പോൾ ഒരു മട്ടത്രികോണത്തിന്റെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഹൈപ്പോടെന്യൂസ് അല്ലെങ്കിൽ കർണം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ലംബവശങ്ങളുടെ സ്ക്വയറുകളുടെ സമ്മിന്റെ സ്ക്വയർ റൂട്ട് ആയിരിക്കും. ശരിയല്ലേ? ദാറ്റ് മീൻസ് എത്രയായിരിക്കും? A/2 സ്ക്വയർ പ്ലസ് A/2 സ്ക്വയർ. ശരിയല്ലേ? അതായത് A/2 സ്ക്വയർ പ്ലസ് A/2 സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട് ആയിരിക്കും. ശരിയാണല്ലോ. ക്ലിയർ ആണല്ലോ പറഞ്ഞത്.
നോക്കിക്കോ, ഇതെന്ത് വരുന്നു? എ സ്ക്വയർ ബൈ 4 പ്ലസ് എ സ്ക്വയർ ബൈ 4 എന്ന് വരുന്നു. എ സ്ക്വയർ ബൈ 4 പ്ലസ് എ സ്ക്വയർ ബൈ 4 എന്ന് വരും. എന്ത് ചെയ്യാം? കൊടുത്താൽ എന്ത് വരുന്നു? ഇത് എ സ്ക്വയർ അധികം എ സ്ക്വയർ 2a സ്ക്വയർ. ദാറ്റ് മീൻസ് 2a സ്ക്വയർ ബൈ എന്തെന്ന് വരും? 2 എന്ന് വരും. 2a സ്ക്വയർ ബൈ 2, 2a സ്ക്വയർ ബൈ 4 എന്ന് വരും. 2a സ്ക്വയർ ബൈ 4 എന്ന് വരും. മാറ്റി എഴുതിയാൽ എങ്ങനെ വരും? √2a ബൈ 2, √2a ബൈ 2 എന്ന് വരും. ഇത്ര എന്ന് വരും ഇവിടെ. √2a ബൈ 2 എന്ന് വരും. ശരിയാണല്ലോ? √2a ബൈ 2 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഏരിയ എത്രയായിരിക്കും? ഇതിന്റെ ഏരിയ ഒരു വശം √2a ബൈ 2 ആണെങ്കിൽ, ഒരു വശം √2a ബൈ 2 ആണെങ്കിൽ ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഏരിയ സമം എത്രയായിരിക്കും? √2a ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ. ശരിയല്ലേ? ഇതിന്റെ ഒരു വശം √2a ബൈ 2 എന്ന് കിട്ടി. √2a ബൈ 2 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പരപ്പളവ് എത്രയായിരിക്കും? √2a ബൈ 2 ദ ഹോൾ സ്ക്വയർ ആയിരിക്കും. ശരിയാണല്ലോ? ദാറ്റ് ഈസ് ഈക്വൽ ടു √2a യുടെ സ്ക്വയർ എത്രയാണ്? 2a സ്ക്വയർ ആണ്. എത്രയാണ്? 2a സ്ക്വയർ ആണ്. ദെൻ ഇതിന്റെ എത്രയായിരിക്കും? 4 ആയിരിക്കും. 2a സ്ക്വയർ ബൈ 4, 2a സ്ക്വയർ ബൈ 4 എന്ത് ചെയ്യാം? 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1, 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 എന്ന് കിട്ടുന്നു. a സ്ക്വയർ ബൈ 2 എന്ന് കിട്ടുന്നു. a സ്ക്വയർ ബൈ 2 ആണ് എന്ത്? a സ്ക്വയർ ബൈ 2 ആണ് എന്തെന്ന് പറയുന്നത്? ചെറിയ സമചതുരത്തിന്റെ പരപ്പളവ്, ഏരിയ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? a സ്ക്വയർ ബൈ 2. ഓക്കെ, ദെൻ എന്ത് ചെയ്യാം? ഇതിന്റെ പ്രോബബിലിറ്റി കാണാൻ a സ്ക്വയർ ബൈ 2 ഡിവൈഡഡ് ബൈ a സ്ക്വയർ. ശരിയല്ലേ? വലിയ സമചതുരത്തിന്റെ പരപ്പളവിന് മുകളിൽ എന്തെഴുതുക? ചെറിയ സമചതുരത്തിന്റെ പരപ്പളവ് എഴുതുക. ദാറ്റ് മീൻസ് ഏരിയ ഓഫ് സ്മോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ലാർജ് സ്ക്വയർ. ശരിയാണല്ലോ? ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തെഴുതാം? ഇവിടെ രണ്ടിടത്തും തന്നെ അല്പം മാറ്റി എഴുതുന്നു. ഹാഫ് എ സ്ക്വയർ എന്ന് എഴുതുന്നു. എ സ്ക്വയർ ബൈ 2നെ ഹാഫ് എ സ്ക്വയർ എന്ന് എഴുതുന്നു. അതുപോലെ എ സ്ക്വയറിന് എന്തെന്ന് എഴുതുന്നു? എ സ്ക്വയർ എന്ന് എഴുതുന്നു. എ സ്ക്വയർ മീൻസ് 1 into a സ്ക്വയർ. 1 into a സ്ക്വയർ. ഈ എ സ്ക്വയർ ഈ എ സ്ക്വയർ ക്യാൻസൽ ചെയ്ത് പോയാൽ ബാക്കി എന്തുണ്ട്? 1/2 ബൈ 1 ഉണ്ട്. 1/2 ബൈ 1 ഉണ്ട്. ശരിയല്ലേ? 1/2 ബൈ 1 ഉണ്ട്. അപ്പോ 1/2 ബൈ 1, 1/2 ബൈ 1 എത്രയാണ്? 1/2 ആണ്. എത്രയാണ്? 1/2 ആണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ചോദ്യപ്രകാരം എങ്ങനെയാണ് ഒരു വലിയ സമചതുരത്തിന്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് മിഡ് പോയിന്റുകൾ ജോയിൻ ചെയ്ത ഒരു ചെറിയ സമചതുരം ഉണ്ടാക്കിയിരിക്കുന്നു. ദെൻ ഈ ചെറിയ സമചതുരത്തിന്റെ പരപ്പളവ് എത്രയെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ചെറിയ സമചതുരത്തിന്റെ പരപ്പളവ് കണ്ടെത്തണം. അപ്പൊ വലിയ വശങ്ങൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തു? ചെറുതിന്റെ പരപ്പളവ് a സ്ക്വയർ ബൈ 2 എന്ന് എഴുതി. ദെൻ ഒരു പോയിന്റ് മാർക്ക് ചെയ്താൽ അത് ഈ ചെറിയ സമചതുരത്തിനുള്ളിൽ വരുന്നുള്ള സാധ്യത എത്രയാണ്? ചെറിയ സമചതുരത്തിന്റെ പരപ്പളവ് ബൈ വലിയ സമചതുരത്തിന്റെ പരപ്പളവ്. ഏരിയ ഓഫ് സ്മോൾ സ്ക്വയർ ഡിവൈഡ് ബൈ ഏരിയ ഓഫ് ലാർജ് സ്ക്വയർ. ദാറ്റ് മീൻസ് 1/2 ബൈ 1. 1/2 ബൈ 1 എത്രയാണ്? 1/2. ഓക്കെ ആണല്ലോ? എത്രയാണ്? ഹാഫ് ആണ്. അപ്പൊ ഇതിനുള്ള സാധ്യത എത്രയാണ്? പ്രോബബിലിറ്റി എത്രയാണ്? ഹാഫ് ആണ്. പ്രോബബിലിറ്റി ഈസ് ഹാഫ്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഇതിന് എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത ചോദ്യം ചെയ്യാം. അടുത്ത ചോദ്യം 72ാമത്തെ പേജിലെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്. A square with all vertices on a circle. A square with all vertices on a circle. അപ്പോൾ ഒരു സ്ക്വയർ അതിന്റെ എല്ലാ മൂലകളും വൃത്തത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തേക്ക് നോക്കാതെ ഒരു പോയിന്റ് മാർക്ക് ചെയ്താൽ അത് ഈ സ്ക്വയറിൽ വരുന്നതിനുള്ള, അത് ഈ സമചതുരത്തിനുള്ളിൽ വരുന്നതിനുള്ള സാധ്യത എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയായിരിക്കും? സമചതുരത്തിന്റെ ഏരിയ ഡിവൈഡ് ബൈ സർക്കിളിന്റെ ഏരിയ, അല്ലെ? സ്ക്വയറിന്റെ ഏരിയ ബൈ സർക്കിളിന്റെ ഏരിയ. ദെൻ സ്ക്വയറിന്റെ ഏരിയ ഒരു വശം 2 ആണെങ്കിൽ സ്ക്വയറിന്റെ ഏരിയ എ എത്രയായിരിക്കും? എത്രയായിരിക്കും? എ എത്രയായിരിക്കും? 2 സ്ക്വയർ ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ആയിരിക്കും. ദെൻ സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? ആരമോ വ്യാസമോ വേണം. ശരിയല്ലേ? റേഡിയസോ ഡയമീറ്ററോ നമുക്ക് ആവശ്യമാണ്. സോ ഇതിന്റെ ഈ എല്ലാ മൂലകളും സർക്കിളിലായതിനാൽ ഇതിന്റെ ഒരു വികരണം വരച്ചാൽ, ചതുരത്തിന്റെ ഒരു വികരണം ഡയഗണൽ വരച്ചാൽ അതെന്തായിരിക്കും? സർക്കിളിന്റെ ഡയമീറ്റർ ആയിരിക്കും, സർക്കിളിന്റെ വ്യാസമായിരിക്കും, അല്ലെ? ദെൻ അങ്ങനെയാണെങ്കിൽ ഈ വ്യാസത്തിന്റെ അളവ് എത്രയാണ്? ഒരു സ്ക്വയറിന്റെ വ്യാസം, സ്ക്വയറിന്റെ വികരണം കണ്ടുപിടിക്കാൻ, അതായത് സർക്കിളിന്റെ വ്യാസം കണ്ടുപിടിക്കാൻ, സർക്കിളിന്റെ ഡയമീറ്റർ കണ്ടുപിടിക്കാൻ, അപ്പൊ എന്ത് കണ്ടുപിടിക്കണം? സ്ക്വയറിന്റെ ഡയഗണൽ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് d is equal to √2a ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു ആയിരിക്കും √2 into 2 ആയിരിക്കും. √2 into 2 ആയിരിക്കും. ശരിയാണല്ലോ? √2 into 2
2 ആയിരിക്കും. ദെൻ ഏരിയ ഓഫ് സർക്കിൾ ഈക്വൽ എത്രയാണ്? പൈ ആർ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു ഡി ബൈ 2 സ്ക്വയർ. പൈ ഇൻറ്റു ഡി ബൈ 2 സ്ക്വയർ. പൈ ഇൻറ്റു ഡി ബൈ 2 സ്ക്വയർ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു ഡി എത്രയാണ്? ഡി എത്രയാണ്? √2 ഇൻറ്റു 2 ആണല്ലേ. അപ്പോൾ √2 ഇൻറ്റു 2 ബൈ 2 ദ ഹോൾ സ്ക്വയർ. ശരിയാണല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു √2 സ്ക്വയർ എത്രയാണ്? √2 സ്ക്വയർ 2 ആണ് അല്ലേ. ദാറ്റ് ഈസ് 2 ഇൻറ്റു ഇതിന്റെ സ്ക്വയർ എത്രയാണ്? ഇതിന്റെ സ്ക്വയർ 4 ആണ്. 2 ഇൻറ്റു 4 ബൈ എത്രയാണ്? 4 എന്ന്. 2 ഇൻറ്റു 4 ബൈ 4 എന്ന്. ദാറ്റ് ഈസ് ഈക്വൽ എന്ത് ചെയ്യാം? ഈ 4 ക്യാൻസൽ ചെയ്താൽ ബാക്കി എന്തുണ്ട്? 2 പൈ ഉണ്ട്. എത്രയുണ്ട് ബാക്കി? 2 പൈ ഉണ്ട്. 2 പൈ ആണ് ബാക്കിയുള്ളത്. ശരിയാണല്ലോ. എത്രയാണ് ബാക്കിയുള്ളത്? 2 പൈ ആണ് ബാക്കിയുള്ളത്. ശരിയാണല്ലോ. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? സംശയമുണ്ടല്ലോ. 2 പൈ ആണ് ബാക്കിയുള്ളത്. ദെൻ ഇതിന്റെ സാധ്യത എത്രയായിരിക്കും? അതായത് ആ പോയിന്റ് സ്ക്വയറിനകത്ത് ചതുരത്തിനകത്താകാനുള്ള സാധ്യത അല്ലേ. ദ പോയിന്റ് മാർക്ക്ഡ് ഓൺ ദ സർക്കിൾ. ദ പ്രോബിലിറ്റി ഓഫ് മാർക്കിംഗ് ദ പോയിന്റ് ഓൺ ദ സർക്കിൾ ഓൺ ദ സ്ക്വയർ. പ്രോബിലിറ്റി ഓഫ് മാർക്കിംഗ് ദ പോയിന്റ് ഓൺ ദ സ്ക്വയർ ഇസ് ഈക്വൽ ടു എത്രയായിരിക്കും? സ്ക്വയറിന്റെ ഏരിയ ബൈ സർക്കിളിന്റെ ഏരിയ. ദാറ്റ് ഈസ് 4 ബൈ 2 പൈ ആയിരിക്കും. 4 ബൈ 2 പൈ ആയിരിക്കും. ശരിയല്ലേ? 4 ബൈ 2 പൈ ആയിരിക്കും. ആണല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യാം? ഈ 4ഉം ഈ 2ഉം ക്യാൻസൽ ചെയ്താൽ ഇവിടെ 2 വരും, ഇവിടെ 1 വരും. ദാറ്റ് ഈസ് ഈക്വൽ എന്ത് വരും? 2 ബൈ പൈ എന്ന് വരും. 2 ബൈ പൈ ആണ് എന്തിന്റെ ചാൻസ്? പോയിന്റ് ഉള്ളിൽ മാർക്ക് ചെയ്യാനുള്ള, അതായത് സ്ക്വയറിന്റെ ഉള്ളില് പോയിന്റ് മാർക്ക് ചെയ്യാനുള്ള ചാൻസ് എത്രയാണ്? 2 ബൈ പൈ ആണ്. എത്രയാണ്? 2 ബൈ പൈ ആണ്. സംശയമില്ലല്ലോ. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യം ചെയ്യാം. ഓക്കെ. അടുത്ത ചോദ്യം 73-ാമത്തെ പേജിലെ 3 എന്ന നമ്പറിലേക്കുള്ള ചോദ്യം. സർക്കിൾ എക്സാക്ട്ലി ഫിറ്റിംഗ് ഇൻസൈഡ് എ സ്ക്വയർ. അതായത് ഒരു സ്ക്വയറിനകത്ത് ഉള്ള ഒരു സർക്കിൾ, ഒരു സമചതുരത്തിനകത്ത് നിൽക്കുന്ന ഒരു വൃത്തം. ഇതിനുള്ളിൽ നമ്മൾ നോക്കാതെ പോയിട്ടാൽ ആ പോയിന്റ് വൃത്തത്തിനകത്താകാനുള്ള ചാൻസ്, സാധ്യതയാണ് ചോദിച്ചിരിക്കുന്നത്. ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് വേണം? നമ്മൾ എങ്ങനെ എഴുതും? സ്ക്വയറിനകത്താണ് സർക്കിൾ വരുന്നത് അല്ലേ. സോ എന്ത് എഴുതാം? ഏരിയ ഓഫ് സർക്കിൾ ഡിവൈഡ് ബൈ ഏരിയ ഓഫ് സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ ഈ ഒരു സ്ക്വയറിന്റെ ഏരിയ എ എന്നെടുത്താൽ, സ്ക്വയറിന്റെ ഒരു വശം എ എന്നെടുത്താൽ അതിന്റെ ഏരിയ എത്രയായിരിക്കും? എ സ്ക്വയർ ആയിരിക്കും. സ്ക്വയറിന്റെ ഒരു വശം എ എന്നെടുത്താൽ അതിന്റെ ഏരിയ എത്രയായിരിക്കും? എ സ്ക്വയർ ആയിരിക്കും. ദെൻ സർക്കിളിന്റെ ഏരിയ കണ്ടെത്തണമെങ്കിൽ എന്ത് വേണം? ഒരു വ്യാസത്തിന്റെ അളവ് വേണം, ഒരു ഡയമീറ്ററിന്റെ അളവ് വേണം. ശരിയാണല്ലോ. അപ്പൊ ഡയമീറ്ററിന്റെ അളവ് അത് എത്രയായിരിക്കും? എത്രയായിരിക്കും? എ ആയിരിക്കും. എത്രയായിരിക്കും? എ ആയിരിക്കും. ശരിയല്ലേ? കാരണം ഇതിന് സമാന്തരമാണല്ലോ ഇത്. അപ്പൊ ഇതെന്തായിരിക്കും? എ ആയിരിക്കും. ഓക്കെ ആണല്ലോ. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ദെൻ ഇനി നോക്കുക, സർക്കിളിന്റെ ഏരിയ അപ്പൊ എന്തായിരിക്കും? ഇവിടെ പൈ ആർ സ്ക്വയർ ആണ് അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു എന്താണ്? ഡി ബൈ 2 സ്ക്വയർ എന്ന് വരും. ശരിയാണല്ലോ. പൈ ഇൻറ്റു ഡി ബൈ 2 സ്ക്വയർ എന്ന് വരും. ഡി എത്രയാണ് ഇവിടെ? എ ആയതിനാൽ പൈ ഇൻറ്റു എ ബൈ 2 സ്ക്വയർ എന്ന് എഴുതാം. പൈ ഇൻറ്റു എ ബൈ 2 സ്ക്വയർ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതുന്നു നമ്മള്? പൈ ഇൻറ്റു എ സ്ക്വയർ ബൈ 4. പൈ ഇൻറ്റു എ സ്ക്വയർ ബൈ 4 എന്ന് എഴുതുന്നു. പൈ ഇൻറ്റു എ സ്ക്വയർ ബൈ 4 എന്ന് എഴുതുന്നു. അപ്പോൾ എന്താണ്? ഇതിന്റെ ഏരിയ ഡിവൈഡ് ബൈ ഇതിന്റെ ഏരിയ ആണല്ലോ. അതായത് പൈ എ സ്ക്വയർ ബൈ 4 ഡിവൈഡഡ് ബൈ എ സ്ക്വയർ എന്ന് നമ്മൾ എഴുതും. ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം നമുക്ക്? പൈ എ സ്ക്വയർ ബൈ 4 ഇൻറ്റു 1 ബൈ എ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? 1 ബൈ എ സ്ക്വയർ എന്ന് എഴുതാമല്ലോ. ഈ എ സ്ക്വയറും ഈ എ സ്ക്വയറും ക്യാൻസൽ ചെയ്തു പോയാൽ ബാക്കി എന്തുണ്ട്? പൈ ഇൻറ്റു 1 പൈ ഡിവൈഡ് ബൈ 4 ഇൻറ്റു 1 4 പൈ ബൈ 4. അപ്പോ ഇവിടുത്തെ ചാൻസ് എന്താണ്? ചാൻസസ് ഓഫ് മാർക്കിംഗ് എ പോയിന്റ് ഇൻസൈഡ് ദ സർക്കിൾ ഈസ് പൈ ബൈ 4. ശരിയല്ലേ? പോയിന്റ് അല്ലെങ്കിൽ മാർക്ക് ചെയ്യുന്ന ബിന്ദു വൃത്തത്തിനകത്ത് ആകുന്നതിനുള്ള സാധ്യത എന്ന് പറയുന്നത് പൈ ബൈ 4 ആണ്. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? സംശയമില്ലല്ലോ. നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരു ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം 73-ാമത്തെ പേജിലെ 4 4 5 നമ്പർ ഇടയ്ക്കുന്ന
ചോദ്യങ്ങളാണ് ഇവിടെ എന്ത് അതിന്റെ അതിനുമായി ബന്ധപ്പെട്ടുള്ള ചിത്രങ്ങളാണ് വരച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ ചോദ്യമായിട്ട് പറയാം. ഇതൊരു റെഗുലർ ഹെക്സഗൺ ആണ്. അതിനുള്ളിലുള്ള ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇതിനകത്ത് ഒരു പോയിന്റ് ഇട്ടാൽ അത് ഈ ട്രയാങ്കിളിനകത്താകാനുള്ള ചാൻസ് എത്ര എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? ട്രയാങ്കിളിന്റെ ഏരിയ ഡിവൈഡ് ബൈ റെഗുലർ ഹെക്സഗണിന്റെ ഏരിയ എന്നായിരിക്കും. ശരിയല്ലേ? ഒരു വശം എ ആയ റെഗുലർ ഹെക്സഗണിന്റെ ഏരിയ എത്രയാണ്? 6√3a² ആയിരിക്കും. ശരിയാണല്ലോ? അതുപോലെ ട്രയാങ്കിളിന്റെ ഏരിയ അതിന്റെ ഹാഫ് ആയിരിക്കും. ആണല്ലോ? അതിന്റെ ഹാഫ് ആയിരിക്കും. അത്രയായിരിക്കും. അപ്പോ 3√3a² ആയിരിക്കും. അതായത് ഇത് ഡിവൈഡ് ബൈ ഇത് ചെയ്താൽ പോരെ. ദാറ്റ് മീൻസ് 3√3a² ഡിവൈഡഡ് ബൈ എങ്ങനെ വരുന്നു? 6√3a² ഡിവൈഡ് ബൈ 4. എന്ത് ചെയ്യാം? ഇതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് മീൻസ് 3√3a² by 4 into 4/6√3a². ഈ ഫോറും ക്യാൻസൽ ചെയ്ത് പോയാൽ എന്ത് വരും? 3√3a² by 6√3a² എന്ന് വരും അല്ലെ? 3√3a² by 6√3a² എന്ന് വരും. സംശയം വരുമല്ലോ. അങ്ങനെയാണെങ്കിൽ 6√3a² എന്ന് വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് എഴുതാം? ചാൻസ് 1/2 എന്ന് എഴുതാം. എങ്ങനെ എഴുതാണേ? 1/2 എന്ന് എഴുതാം. അപ്പൊ എന്തായിരിക്കും? ഈ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ സമഭുജ ത്രികോണത്തിലേക്ക് ഒരു പോയിന്റ് മാർക്ക് ചെയ്താൽ, ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ പോയിന്റ് മാർക്ക് ചെയ്താൽ ആ പോയിന്റ് ഇതിനകത്താകാനുള്ള ചാൻസ് എത്രയാണ്? 1/2 ആണ്. എത്രയാണ്? 1/2 ആണ്. ദെൻ നോക്കുക, അടുത്തത് രണ്ട് സമഭുജ ത്രികോണങ്ങൾ, രണ്ട് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ചേർത്ത് വെക്കുമ്പോൾ അതിനുള്ളിൽ ഇതുപോലൊരു റെഗുലർ ഹെക്സഗൺ ഉണ്ടാകുന്നു. ഓക്കെ ആണല്ലോ? രണ്ട് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ചേർത്ത് വെക്കുമ്പോൾ അതിനുള്ളിൽ ഇതുപോലൊരു റെഗുലർ ഹെക്സഗൺ ഉണ്ടാകുന്നു. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ആ റെഗുലർ ഹെക്സഗണിനകത്താകാൻ, അല്ലെങ്കിൽ എന്ത് പറയുക, ഈ ഒരു റെഗുലർ ഹെക്സഗണിന് അകത്ത് ആകുന്നതിനുള്ള ചാൻസ് എത്രയാണ്? റെഗുലർ ഹെക്സഗണിന് അകത്ത് ആകുന്നതിനുള്ള ചാൻസ് എത്രയാണ്? ഓക്കെ, നോക്കാമല്ലോ. ഇതിന്റെ സെന്റർ പോയിന്റിൽ നിന്നും എന്ത് ചെയ്താൽ എല്ലാ വെർട്ടെക്സുകളിലേക്കും ഒരു വരകൾ വരച്ച് യോജിപ്പിച്ചാൽ ഇതിപ്പോ എന്തായി? കുറേയേറെ ഇക്വിലാറ്ററൽ ട്രയാങ്കിളുകളായി. ശരിയല്ലേ? ഇത് കുറേയേറെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, കുറേയേറെ സമഭുജ ത്രികോണങ്ങളായി. ഇപ്പൊ മൊത്തം എത്ര സമഭുജ ത്രികോണങ്ങളുണ്ട്? ചെറുത് 1, 2, 3, 4, 5, 6. ശരിയാണല്ലോ? എത്ര ഉണ്ട്? 6 എണ്ണം ഉണ്ട്. അതുപോലെ ഇവിടെയോ 1, 2, 3, 4, 5, 6. അപ്പൊ ഇതിനകത്ത് 6, മൊത്തം പുറത്ത് 6. അപ്പൊ 6 എത്രയാണ്? 12 ആണ്. ഈ 12 എണ്ണത്തിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്നതല്ലേ ഷഡ്ഭുജത്തിന്റെ, അതായത് ഹെക്സഗണിന്റെ ഭാഗമായിട്ടുള്ളത്. അത് 6 എണ്ണമാണല്ലോ. അപ്പൊ എത്രയായിരിക്കും? 6/12 ആയിരിക്കും. എത്രയായിരിക്കും? 6/12 ആയിരിക്കും. അതായത് എത്രയെന്ന് വരുന്നു? 1/2 എന്ന് വരുന്നു. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ പറഞ്ഞത്? അപ്പോൾ എങ്ങനെ പറയാം? ഈ ഒരു സമഷഡ്ഭുജത്തിന്റെ റെഗുലർ ഹെക്സഗണിനകത്ത് വരുന്ന ചാൻസ് കണ്ടെത്താൻ എന്ത് ചെയ്യുക? ഇതിന്റെ സെന്റർ പോയിന്റിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിന്റെ എല്ലാ വെർട്ടെക്സുകളിലേക്കും പോയിന്റ് മാർക്ക് ചെയ്താൽ എല്ലാ ത്രികോണങ്ങളും എന്തായിരിക്കും? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ആയിരിക്കും, സമഭുജ ത്രികോണങ്ങളായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് മൊത്തത്തില് 6 എണ്ണം, ഇതിന്റെ പുറത്ത് മൊത്തത്തില് 6 എണ്ണം. അങ്ങനെ മൊത്തം എത്ര ഉണ്ട്? 12 സമഭുജ ത്രികോണങ്ങൾ, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആകെ ട്രയാങ്കിളുകളിൽ 6 എണ്ണമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. അതാണ് എവിടെയായിട്ട് വരുന്നത്? ഹെക്സഗൺ ആയിട്ട് വരുന്നത്. അപ്പൊ എന്തായിരിക്കും? 6/12 ആയിരിക്കും. ആകെ ട്രയാങ്കിളുകളിൽ 6 എണ്ണമാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് അല്ലെ? ആ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് 6ഉം ചേരുമ്പോഴാണ് എന്താകുന്നത്? ഹെക്സഗൺ ആകുന്നത്. അങ്ങനെയാണെങ്കിൽ 6/12 ആയിരിക്കും. 12ൽ 6 ആയിരിക്കും ചാൻസ്. ചെറുതാക്കുമ്പോൾ എന്ത് വരുന്നു? 1/2 എന്ന് വരുന്നു. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് 72, 73 പേജുകളിലായിട്ട് ഉള്ളത്. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വീഡിയോയില് നമുക്ക് നോക്കാം. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ശരി.